ഇവിടെ ശ്രീ നിതീഷ് നേരത്തെയൊക്കെ നമ്മൾ ഓപ്പറേഷൻ ലോട്ടസ് കണ്ടിട്ടുണ്ട്. MLA-മാരെ സ്വാധീനിച്ച് വോട്ട് ആ തരത്തിൽ പൂൾ ചെയ്ത് അല്ലെങ്കിൽ വോട്ട് വാങ്ങിച്ച് രാജ്യസഭയിലേക്കോ ഒക്കെ ആളെ ജയിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരുകളെ നിലനിർത്തുക എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതാ മത്സരിക്കാനുള്ള അവകാശം തന്നെ നിഷേധിച്ചുകൊണ്ടാണ് 3 സീറ്റ് BJPക്ക് മധ്യപ്രദേശിൽ നിന്ന് കിട്ടുമായിരുന്നില്ല. 2 സീറ്റ് BJPക്കും 1 സീറ്റ് കോൺഗ്രസിനും ഇതായിരുന്നു മധ്യപ്രദേശിലെ നിലവിലെ MLA-മാരുടെ സംഖ്യ അനുസരിച്ച് ഉണ്ടാകുമായിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം. അതിൽ 3-0 എന്ന നിലയിൽ BJP ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിയെ ക്യാൻസൽ ചെയ്തിട്ടാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാതെയാണ്. അപ്പോൾ MLA-മാരെ കൂറുമാറ്റുന്നതിലൊക്കെ BJPക്ക് ഹരം നഷ്ടപ്പെട്ടു, പുതിയൊരു സംവിധാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നു. വലിയൊരു അട്ടിമറിയുടെ ഒരു തുടർച്ചയാണ്. ഒരർത്ഥത്തിൽ ഞാനിതിനെ BJPയുടെ ഒരു പരാജയം കൂടിയായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ അട്ടിമറികളും, ഒരുപക്ഷെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത എല്ലാ പുതിയ നീക്കങ്ങളും ഒക്കെ നടത്തിയിട്ട് പോലും ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു അതിൻ്റെ ഒരു വെപ്രാളം കൂടി ഇത്തരം കാര്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അകത്തു നിന്നും പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കുറേ കാലമായിട്ട് ഇടതുപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ പലതും പല അനുഭവങ്ങളും സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട്, അത് ഇലക്ഷൻ കമ്മീഷനാകട്ടെ, അത് ജുഡീഷ്യറി ആകട്ടെ, അത് മീഡിയ ആകട്ടെ, അത് അന്വേഷണ ഏജൻസികളാകട്ടെ, ഈ സ്വതന്ത്രമായി നിലനിൽക്കേണ്ട, ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട, ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഗവൺമെൻറ്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്തു പോകാൻ പാടില്ലാത്ത ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് അതിനെ ക്യാൻസൽ ചെയ്യുക, അതിന് റദ്ദ് ചെയ്യുന്നത്, അതിനെ ഫ്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ അകത്തു നിന്നും പിടിച്ചെടുത്തിട്ട് തങ്ങളുടെ അജണ്ടക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ BJPക്ക് ഇന്നും ഇന്ത്യയിൽ അവർക്ക് ഈ കാണിക്കുന്ന ഒരു സമഗ്രാധിപത്യം നിലനിർത്താൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ചിത്രം ഞങ്ങളെന്തോ അജയ്യരാണ് എന്നുള്ളൊരു ചിത്രം അവർ ഉണ്ടാക്കുന്നത് ഈ തുടർച്ചയായിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സബോട്ടേജിലൂടെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ എത്ര തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടും അവിടെ ഗവൺമെന്റിനെ ഉണ്ടാക്കുന്ന സമീപനത്തിലേക്ക് BJP പോയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലൊക്കെ നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റയർ നിയമസഭ അതുപോലെ, അതായത് ജനങ്ങൾ ആരെയാണോ നിരാകരിച്ചത് അവർ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന കാഴ്ചയാണ്. ഗോവയിൽ കണ്ടു, മണിപ്പൂരിൽ കണ്ടു, മധ്യപ്രദേശിൽ, കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ഓൺ ദ കോഴ്സിൽ ഗവൺമെന്റ് തങ്ങൾ രൂപീകരിക്കുന്ന കാഴ്ച നമ്മളവിടെ ഇങ്ങനെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇതിന് ഇലക്ഷൻ കമ്മീഷന്റെ വിഷയം പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് പരസ്പരം യോജിക്കാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് പുറത്തു. എന്താ തെളിവ് പുറത്തു വന്നത്? മുഖ്യമന്ത്രി, അതായത് MLA ആയിട്ട് ഗുജറാത്തിൽ മത്സരിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റ് അല്ല പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റിലുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ വന്നിട്ടുണ്ട്. അമിത്ഷായുടെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഏതിലാണ് നടപടി എടുത്തിട്ടുള്ളത്? കാരണം ഇങ്ങനെയുള്ള എന്തെല്ലാം ഈ പറയുന്ന ഡിസിമിലാരിറ്റീസ് നിരവധി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ നിഷ്കളങ്കമായി കാണുന്നതോ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വളരെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഏജൻസിയല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല, മറിച്ച് നടക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു അട്ടിമറിയാണ്. അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ കശാപ്പിന്റെ തുടർച്ചയിൽ തന്നെയാണ് നമ്മൾ ഇതിനെയും കാണുന്നത്. ശരി.